ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ പാൻസിനൊക്കെ എങ്ങനെയാണ് എലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. പാൻസിൻ്റെയൊക്കെ ഈ ഒരു പോർഷനിൽ നമ്മൾ നാടയൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ചെറിയൊരു ഓപ്പണിംഗ് കൊടുക്കുക. അതായത് സ്റ്റിച്ചിങ് ഇടുന്ന ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഓപ്പണിംഗ് ഇട്ടതിന് ശേഷം അതിലൂടെ നമുക്ക് എലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വിടാം. ഈ പറയുന്നത് നമ്മൾ എലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ്. അപ്പം അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ മടക്കി അടിച്ചിട്ട് ഇടയ്ക്ക് കുറച്ച് ഭാഗത്തേക്കായിട്ട് സ്റ്റിച്ചിങ് ഇടാതിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അല്ലാതെ സ്റ്റിച്ചിങ് ചെയ്യുമ്പം, അതായത് ഈ എലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് വരണമെന്നില്ല. പിടിച്ച് വെക്കുമ്പോഴത്തേക്കും പല രീതിയിലായിട്ടൊക്കെ പോവാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആ എലാസ്റ്റിക് കയറാനുള്ളൊരു പോർഷൻസ് മാത്രമേ നമുക്ക് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് മൊത്തം ഇതിനകത്തേക്ക് നമ്മൾ ഈ പിൻ ഉപയോഗിച്ച് ഇങ്ങനെ നമ്മൾ നാടയൊക്കെ ഇടുന്ന പോലെ തന്നെ മൊത്തത്തിലൊന്ന് കയറ്റി എടുക്കുക. അതിനുശേഷം ഇത് ഞാൻ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു എലാസ്റ്റിക് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ഒരു ഭാഗം അകത്ത് കയറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള എലാസ്റ്റിക് എത്രയാണോ വേണ്ടത് അത് നമ്മുടെ വേസ്റ്റിൻ്റെ അളവിനനുസരിച്ച് എടുത്തിട്ട് ഈ ഒരു 2 എലാസ്റ്റിക്കിൻ്റെ അറ്റം തമ്മിൽ നല്ല രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കാരണം അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇതായിപ്പോവും. ഇനി നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, സ്റ്റിച്ചിങ് ചെയ്യാതിരുന്ന ആ ഒരു ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്ന ഈ ഞുറും ഉണ്ടല്ലോ, അതെല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിലാക്കിയിട്ട് ആ സെൻറ്റർ പോർഷനിലൂടെ ഒന്നും കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡും നല്ല രീതിയിൽ വലിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എലാസ്റ്റിക് വലിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ അതിന് നല്ല രീതിയിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രമാത്രം എളുപ്പമാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ.